20 രൂപ അധികമായി ഈടാക്കി പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ തിരികെ നൽകുന്ന പദ്ധതിക്ക് തുടക്കം. കണ്ണൂരും തിരുവനന്തപുരത്തുമാണ് ബെഫ്കോ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി ആരംഭിച്ചത്. കുപ്പിയിൽ ലേബൽ പതിപ്പിച്ച് രസീതും നൽകാൻ തുടങ്ങിയതോടെ ബെഫ്കോയിൽ ബില്ലടിക്കാൻ അധിക സമയമാണ് എടുക്കേണ്ടി വരുന്നത്. ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും പ്ലാസ്റ്റിക് കുപ്പിയിലാണ് ഇനി മദ്യം വാങ്ങുന്നതെങ്കിൽ 20 രൂപ അധികമായി നൽകണം. ആ തീരുമാനം ഇന്ന് മുതൽ നടപ്പിലാക്കി കഴിഞ്ഞു. ഇതിപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള മദ്യങ്ങളാണ്. ഇപ്പോൾ ഇതിന് 1020 രൂപയാണ് ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വിലയെങ്കിൽ ഇത് വാങ്ങുമ്പോൾ ഇനി 1040 രൂപ കൊടുക്കണം. 20 രൂപ അധികമായി നൽകണമെന്നതാണ്. അങ്ങനെ ഈ മദ്യക്കുപ്പിയുമായി നമ്മൾ പോയി മദ്യക്കുപ്പിയുമായി തിരികെ വരികയാണെങ്കിൽ 20 രൂപ മടക്കി നൽകും. അതാണ് ഇപ്പോഴത്തെ തീരുമാനം. അങ്ങനെ ഇവിടെ ആളുകൾ വന്ന് വാങ്ങി തിരികെ പോയി തുടങ്ങിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ മാനേജർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു നടപടിക്രമം? ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു മദ്യം വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്ന് വിറ്റ ഒരു മദ്യക്കുപ്പിയാണിത്. ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ, ഷോപ്പിന്റെ പേരുള്ള ഒരു സ്റ്റിക്കർ ഇതിന് മേൽ പതിപ്പിക്കും. 20 രൂപേൻ്റെ ഒരു സ്ലിപ്പും കൊടുക്കും. ഈ സ്ലിപ്പ് തിരിച്ചു വരുമ്പോൾ സ്ലിപ്പിന്റെ ആവശ്യമില്ല. ഈ ബോട്ടിൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ സ്റ്റിക്കർ വെച്ച് നമ്മുടെ ഷോപ്പിന്റെ ആണ് ഈ ബോട്ടിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുകയും 20 രൂപ കസ്റ്റമേഴ്സിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അതാണ് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതി. ബില്ലടിക്കുന്നതിനൊപ്പം ഈ ബോട്ടിൽ മേൽ ഈ സ്റ്റിക്കർ മദ്യക്കുപ്പിയിൽ ഒട്ടിച്ചാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതിന് 20 രൂപ അഡീഷണൽ വാങ്ങുന്നുണ്ട്. സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ കുപ്പി നമ്മൾ എവിടെയെങ്കിലും കളഞ്ഞു, വേറെ ആരെങ്കിലും എടുത്തോണ്ട് കൊണ്ടുവന്നാലും ഈ സ്റ്റിക്കർ ഉള്ള കുപ്പി ഉണ്ടെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കും. അപ്പൊ പണം കൊടുത്ത ആൾക്കല്ല, ആർക്കും തിരികെ കൊണ്ടാലും കിട്ടും. ബിവറേജസ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം, ജീവനക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരത്തും കണ്ണൂരിലുമായി 20 എടുത്ത്. ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി കൂടുതൽ സമയം, അതായത് ഈ കുപ്പി ഒരാൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം വാങ്ങുകയാണെങ്കിൽ അതിന് മുകളിൽ ജീവനക്കാർ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കണം. ജീവനക്കാർ സ്റ്റിക്കർ ഒട്ടിച്ചാൽ മാത്രം പോരാ, അതിന് ബില്ലടിക്കണം. ആ ബില്ലും സ്റ്റിക്കറും ഇവർക്ക് നൽകണം. അത് തിരികെ കൊണ്ടുവരുമ്പോൾ അത് വാങ്ങാൻ കുടുംബശ്രീയുടെ ആൾക്കാർ ഏതായാലും ഇതുവരെ ഇല്ല. ഈ ജീവനക്കാർ തന്നെ, ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാർ തന്നെ അതും ചെയ്യണം. അങ്ങനെ ഇരട്ടി സമയം, നമുക്കറിയാം വലിയ ക്യൂ ആണ് ബിവറേജസ് കോർപ്പറേഷൻ ഉണ്ടാകുന്നത്. അതിൻ്റെ ക്യൂ വളരെ നീണ്ടുപോകുന്ന സ്ഥിതിവിശേഷം, താമസം ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമ്പോൾ ആദ്യ ദിനം നമുക്ക് കാണാനാവുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാർക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.